അഭിഷേക്, ഒരു തമാശയുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാണ് തീവ്രവാദത്തിൻ്റെ ഇരകൾ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഞങ്ങളാണ് ഇരകൾ, ഞങ്ങളാണ് ഭീകരവാദികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതെന്നാണ് ഈ കാശ്മീർ ആക്രമണത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, നയതന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അതായത് സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചു. 1960 ഈ കരാർ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് അയൂബ് ഖാനും ഒപ്പുവയ്ക്കുന്നത്. അതിനുശേഷം പിന്നീട് യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. ആ യുദ്ധകാലത്ത് പോലും നമുക്ക് ആ കരാർ റദ്ദാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് അതിന് പല കാരണങ്ങളുണ്ട്. കാരണം അന്ന് കരാറൊക്കെ റദ്ദാക്കി പിന്നീട് ഈ വരുന്ന ജലം നമുക്ക് ഒഴുക്കി വിടാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ആ സംവിധാനം ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പം ഈ കരാർ റദ്ദാക്കി വെള്ളം ഒഴുകി വന്നാലും അതിനെ നമുക്ക് സംഭരിക്കാനോ അല്ലെങ്കിൽ ആ മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനോ ഒക്കെ നമുക്ക് പറ്റും. ആ രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണിപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ ഈ കരാർ റദ്ദാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിന് ഈ ജലം ഒഴുകി വരുന്ന അധിക ജലത്തെ സംഭരിക്കാനുള്ള സംവിധാനമൊന്നും ഉണ്ടാക്കത്തില്ല. എന്തായാലും ആ കരാർ റദ്ദാക്കിയ പാകിസ്ഥാനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ്. കാരണം അവർക്ക് വലിയ ജലക്ഷാമം ഉണ്ടാകും. ഈ നദീജല കരാറിനെ ആശ്രയിച്ചാണ് വലിയ ഒരു വിഭാഗം ആളുകൾ ജീവിക്കുക. ഒരു പ്രദേശം തന്നെ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള പ്രദേശമൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടും ഇത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു തിരിച്ചടി എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും. കാരണം മതാന്ധത ബാധിച്ച കുറച്ചാളുകളുടെ നീചമായ പ്രവൃത്തികൾ മൂലം നിഷ്കളങ്കരായ ഒരു ജനതയുടെ കുടിവെള്ളം പോലും മുട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ ഭക്ഷ്യ ദൗർലഭ്യമടക്കമുള്ള പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ തെരുവിൽ റൊട്ടിക്കും ഗോതമ്പിനും വേണ്ടിയൊക്കെ ഏറ്റുമുട്ടുന്നു എന്നുള്ള വാർത്തകളൊക്കെ രാജ്യാന്തര മാധ്യമങ്ങളിലൂടെ അടുത്തിടെയൊക്കെ പുറം ലോകത്തേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഹൽഗാമിലുണ്ടായ, ബൈസൺ വാലിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇന്ത്യ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇന്ത്യക്ക് എന്തും ചെയ്യാൻ സാധിക്കും, പാകിസ്ഥാന് പരിമിതികളുണ്ട്. പക്ഷേ മാറുന്ന ഭാരതത്തിന്, പുതിയൊരു നേതൃത്വത്തിൻ്റെ കീഴിൽ മുന്നോട്ട് പോകുന്ന ഭാരതത്തിന് ഇക്കാര്യത്തിൽ പരിമിതികളേയില്ല. ഇന്ത്യക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ആ ഒരു പേടി പാകിസ്ഥാനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ മന്ത്രി തന്നെ, ഒരു വനിതാ മന്ത്രിയാണ്, അവർ തന്നെ ഞങ്ങളാണ് ഭീകരവാദത്തിൻ്റെ ഇരകളെന്ന് പറയുന്നത്. എങ്ങനെയാണ് അവർ ഭീകരവാദത്തിൻ്റെ ഇരകളാകുന്നത്? ഭീകരവാദത്തെ ചെല്ലും ചെലവും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രം അതിൻ്റെ അനന്തരഫലങ്ങൾ കൂടി അനുഭവിച്ചേ മതിയാകൂ. അതാണ് ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഭാരതീയരൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു വൈകാരികമായ ഒരു ചിന്തയ്ക്കപ്പുറം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മതയോടെ ഇടപെടേണ്ടി. എന്തായാലും ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള പാകിസ്ഥാന് ചുട്ട മറുപടി തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ അപ്പുറം പാകിസ്ഥാന് എന്ത് തിരിച്ചടി കൊടുക്കാമെന്ന് ഇന്ത്യ കാണിച്ചു തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സിന്ധു നദീജല കരാർ അടക്കം റദ്ദാക്കുന്ന നടപടികൾ പാകിസ്ഥാനെ വലിയ രീതിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 1960 സെപ്റ്റംബർ 19 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന അയൂബ് ഖാനും ഈ ഒരു സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. അതുപ്രകാരം സിന്ധു നദി, ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ 80% വെള്ളത്തിനും പാകിസ്ഥാനാണ് അവകാശികൾ. ഇത് പ്രധാനമായിട്ടും പാകിസ്ഥാൻ്റെ കിഴക്കൻ മേഖലയായ പഞ്ചാബ് പ്രവിശ്യയിലടക്കം കൃഷിക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്തി വന്നിരുന്ന ജലമാണ്. 1960 ശേഷം ധാരാളം തവണ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യ ഇക്കാര്യത്തിലൊരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. കാരണം നിഷ്കളങ്കരായ ജനങ്ങൾക്ക് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ഒരു പ്രതികാരം ചെയ്യുന്നത് കാടത്തമാണ്. അപ്പോൾ അവരും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇല്ലാണ്ടാകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ, അതുകൂടാതെ തന്നെ ഇന്ത്യക്ക് പല പരിമിതികളും അക്കാലത്തുണ്ടായിരുന്നു. ആ ഒരു പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകി പോകുന്നു, അതിന് പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകരുത് എന്ന് ഇന്ത്യ പറയുമ്പോൾ അത് ഗുജറാത്തിലും മറ്റ് പഞ്ചാബിലും അടക്കം വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനുവേണ്ടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യം ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ മാർഗം എന്ന നിലയിൽ കൂടുതൽ തടയണകൾ സൃഷ്ടിച്ചു. അങ്ങനെ ഒരു പ്രത്യേക പദമൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അത് മുൻകൂട്ടി കണ്ടിട്ടാവണം.
അപ്പോൾ അത്തരത്തിലാണ് ഇന്നലെ തന്നെ ഒരു സുരക്ഷാ ക്യാബിനറ്റ് കൂടുന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ. അതിൽ നിർണായകമായ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നു. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഇന്ത്യൻ അറ്റാഷമാരെ തിരിച്ചു വിളിക്കുന്നു. ഇന്ത്യയിൽ തുടരുന്ന പാകിസ്ഥാൻ പൗരന്മാർ തിരികെ സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോകണമെന്ന രീതിയിൽ ഉത്തരവിറങ്ങുന്നു. ഇതൊക്കെ പാകിസ്ഥാനെ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി. അതിർത്തി അടച്ചിട്ടുണ്ട്, അട്ടാരി അതിർത്തി, വാഗ അട്ടാരി അതിർത്തി അടച്ചു. അവിടെ ഒരു പരിപാടിയൊക്കെ സ്ഥിരമായി നടക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഇന്ത്യയിലേക്ക് ചികിത്സ തേടിയെത്തുന്ന വലിയൊരു വിഭാഗം പാകിസ്ഥാൻകാരുണ്ട്. അവർ നിഷ്കളങ്കരാണ്. അവർക്ക് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇന്ത്യയെ ആശ്രയിച്ചിരുന്ന പാകിസ്ഥാൻകാർക്ക് ഈ ഒരു തീരുമാനം, സാർക്ക് രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ പൗരന്മാർക്ക് അത്തരത്തിൽ ഇന്ത്യയിലേക്ക് കടക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഈ ഒരു ഭീകരാക്രമണം കൊണ്ട് ഒരു തടയിടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇത് പാകിസ്ഥാനെ തീർച്ചയായും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കിഴക്കൻ പഞ്ചാബിലെ ഗോതമ്പ് കൃഷിയിലാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക വളർച്ചയിലാണെങ്കിലും ഈ ഒരു പ്രവിശ്യയിലെ കൃഷിക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. അതില്ലാതാകുന്നത് ഈ ഒരു നദീജലത്തിൻ്റെ 60-ന് ശേഷം പിന്നീട് പലതവണ പ്രകോപനമുണ്ടായി. കാർഗിൽ യുദ്ധമടക്കം ഉണ്ടാകുമ്പോഴും അതിൻ്റെ പ്രത്യേകത, ആ കരാറിൻ്റെ പ്രത്യേകത അതിൽ ഇന്ന് വരെ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൂടാതെ തന്നെ അത് വേൾഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ മധ്യസ്ഥതയിലാണ് ആ ഒരു ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സംശയം. എന്തായാലും ഭീകരപ്രവർത്തനം അവസാനിക്കുന്നത് വരെ പാകിസ്ഥാനുമായി ഇനിയൊരു സന്ധിയില്ല. അതുവരെ ഈ കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഭാരതത്തിൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന് 1948 നമ്മൾ വെള്ളം കൊടുക്കുന്ന നിർത്തി വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് തർക്കമായി. അപ്പോൾ ഈ നദിയിലെ ജലം ആർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്നു. 48 നമ്മൾ വെള്ളം കൊടുക്കുന്ന നിർത്തി വയ്ക്കുന്നു. അങ്ങനെയാണ് ഐക്യരാഷ്ട്ര സഭയിലേക്ക് ഇവർ പരാതിയുമായി പോകുന്നത്. പിന്നീട് ചർച്ച നടത്തിയാണ് ഈ വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ 1960 കരാറുണ്ടാക്കുന്നു. അപ്പോൾ അതിനുശേഷം പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 370 വകുപ്പ് റദ്ദാക്കി. അപ്പോൾ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാനും അതുപോലെ പാകിസ്ഥാനിൽ അവിടെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദികളും വിചാരിച്ചത് ഈ 370 വകുപ്പ് റദ്ദാക്കി കാശ്മീരിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെടും. പക്ഷേ ഒന്നും ഉണ്ടായില്ല. വളരെ ശാന്തമായി ആ ദിനങ്ങൾ കടന്നുപോയി. ഇവിടെ കാശ്മീരിൽ തന്നെയുള്ള ചില തീവ്രവാദി ഗ്രൂപ്പുകളൊക്കെ വിചാരിച്ചത് ഇവിടെ വലിയ കലാപം ഉണ്ടാകാൻ, അത് വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ദേശവിരുദ്ധ ശക്തികൾ കണക്ക് കൂട്ടിയിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗിയടക്കം ആസ്വദിക്കാൻ വേണ്ടി രാജ്യത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമടക്കം സഞ്ചാരികൾ ധാരാളം വരാൻ തുടങ്ങി. അത് ഈ ഒരു അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രവണതയാണ്. പ്രത്യേകിച്ച് ഈ 1995 ജൂലൈയിൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഈ പഹൽഗാമിൽ തന്നെ ഒരു 6 പേരെ വിദേശ വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിലൊരാളുടെ മൃതദേഹം പഹൽഗാമിലെ ഒരു പുൽമേട്ടിൽ തലയർത്ത നിലയിൽ കൊല്ലപ്പെട്ട നിലയിലാണ്. നോർവേ സ്വദേശിയാണ്. ഓസ്ട്രിയൻ ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോ ഓസ്ട്രോ. അതെ, അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് കുറേ ആളുകൾ പോകാൻ മടിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ആർട്ടിക്കിൾ 370 ഒക്കെ റദ്ദാക്കിയതിന് ശേഷം ധാരാളം സഞ്ചാരികൾ അങ്ങോട്ടേക്ക് എത്തുന്നു. അതിലൂടെ ആ നാട്ടിലെ ജനതയ്ക്ക് ഉപജീവനമാർഗം ഉണ്ടാകുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഈ 26 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകളെങ്കിലും അതിൽ കൊല്ലപ്പെട്ട ഒരാൾ ഒരു മുസ്ലിം പേരുകാരിയാണ്. അയാൾ പ്രദേശത്ത് കുതിരസവാരി നടത്തുന്ന ഒരാളാണ്. സെയ്ദ് ആദിൽ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തോട് ആ ഒരു രീതിയിൽ ഒരു കാശ്മീരി മുസ്ലിമായ അയാളെ കൊല്ലേണ്ട യാതൊരു കാര്യവും തീവ്രവാദികൾക്കില്ല. അയാൾ അവരുടെ ലക്ഷ്യമേ ആയിരുന്നില്ല. എന്നിട്ടും തൻ്റെ കൂടെ വന്ന, താൻ കൂട്ടിക്കൊണ്ടുവന്ന സഞ്ചാരികളെ ഭീകരർ തോക്കിനിരയാക്കുമ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അയാൾ തോക്കിനിരയാകുന്നത്. എന്തായാലും അതിൽ തന്നെ ജമ്മു കാശ്മീർ സർക്കാർ അടക്കം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. കാരണം ആദിൽ ഹുസൈൻ ഷായുടെ മരണത്തിന് ഉത്തരവാദികളായവരെ തീർച്ചയായും നിയമത്തിന് മുന്നിലെത്തിക്കും. അതോടൊപ്പം തന്നെ ആദിലിൻ്റെ മരണം വെറുതെ ആവില്ല എന്നൊരു വാക്കുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. ഒരു മരണപ്പെട്ട ഒരാൾക്ക് പകരം വെക്കാൻ മറ്റാർക്കും സാധിക്കില്ലെങ്കിലും ആ കുടുംബത്തിന് ആ ഒരു ഉറപ്പ് നൽകുന്ന ആത്മവിശ്വാസമുണ്ട്. അവർ ഒറ്റയ്ക്കല്ല, ഈ രാജ്യം തന്നെ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശം. അത് തീർച്ചയായും അവിടെയുള്ള ബാക്കി ആളുകളെയും സ്വാധീനിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിനകത്ത് ഈ നമ്മളീ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞ പോലെ വളരെ ശാന്തമാണ്. വോട്ടെടുപ്പൊക്കെ നടന്നപ്പോഴൊക്കെ സജീവമായി. പണ്ടൊക്കെ വളരെ ചെറിയ ശതമാനം ആളുകളാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ സൈന്യത്തെ ആക്രമിക്കുക എന്നുള്ള പദ്ധതി മാറ്റിയിട്ട് ടൂറിസ്റ്റുകളെ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെയൊക്കെ ആക്രമിക്കുക എന്നുള്ളൊരു പദ്ധതിയിലേക്ക് മാറിയത്. കാരണം അവിടേക്ക് വരുന്ന ആളുകൾ പിന്നെ വലിയ തോതിൽ
ഈ സംരംഭകർ ടൂറിസവുമായി ബന്ധപ്പെട്ട ബിസിനസ് അവിടെ നടത്തുന്നുണ്ട്. അപ്പം വലിയ തോതിലാണ് അതിന് പിന്നെ മുതൽ മുടക്കിയിരിക്കുന്നത്. അടുത്ത സീസണിൽ ഒക്കെ ധാരാളം തുക അതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇങ്ങനൊരു വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ തുലാസിലാവും. കേരളത്തിലെ ടൂറിസം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഓഗസ്റ്റ് വരെ അങ്ങോട്ടേക്കുള്ള സന്ദർശകരുടെ ബുക്കിങ്ങുകൾ പലതും ക്യാൻസലാകുന്നു. ഇത് തീർച്ചയായും ആ നാടിൻ്റെ ഒരു അതിജീവനത്തെ ബാധിക്കുന്ന അതാണ് അവരുടെ ഉദ്ദേശം, ഒരു പ്രശ്നമാണ്. അതുതന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. കാരണം ഒരു അതിർത്തിക്കപ്പുറം പാകിസ്ഥാനിൽ ഒരു സമാധാനമില്ലാതെ പട്ടാള ഭരണത്തിൻ്റെ കീഴിൽ ഒരു വലയുന്ന ഒരു ജനത ഒരു വശത്ത്, മറുവശത്ത് തങ്ങൾ പലപ്പോഴും കൈവശമാക്കാൻ കൊതിക്കുന്ന കാശ്മീരിൽ പഴയതെല്ലാം മറന്നുകൊണ്ട് ആ ജനത മതസാഹോദര്യത്തോടെ അതിർത്തിക്കപ്പുറത്ത് സമാധാനത്തോടെ കഴിയുന്നതോടെ വോട്ടെടുപ്പ് നടക്കുന്നു. നിയമപരമായിട്ട് ആളുകൾ നേരത്തെ ഭീകരവാദ പശ്ചാത്തലം ഉണ്ടായിരുന്നവരെ അതെല്ലാം ഉപേക്ഷിച്ച് നിയമത്തിന് വിധേയമായി ജീവിക്കുന്നു. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പുതിയ കാശ്മീരിൻ്റെ മാറ്റത്തിലാണ് ഭീകരർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നതും. ഇങ്ങനെയൊരു അതിനെ തകർക്കുക എന്നുള്ളതാണ് തീർച്ചയായും അവരുടെ ലക്ഷ്യം. കാരണം നേരത്തെ തീവ്രവാദത്തിന് ധാരാളം ചെറുപ്പക്കാരെ ഈ കാശ് കൊടുത്ത് കൊണ്ടുപോയി. ഇപ്പോൾ അങ്ങനെ ആരെയും കിട്ടുന്നില്ല. അവരെല്ലാം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തരത്തിലേക്ക്, ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു. വിനോദസഞ്ചാരം പ്രധാനപ്പെട്ട അവരുടെ വരുമാന മാർഗമായി ഉള്ള ഒരു സംസ്ഥാനത്ത് അത് ഏറ്റവും ഗംഭീരമായി പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ കാശ്മീരിൽ ഇത്തരത്തിലൊരു അസ്ഥിരത ഉണ്ടാക്കിയതിന് ശേഷം അവിടുത്തെ ആളുകളുടെ വരുമാനം നിലയ്ക്കുക, അതിനുശേഷം കർഷകരടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരെ വീണ്ടും ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ വരുമാനം നിലച്ച ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ 1500-ലധികം പേരെ ഭീകരർക്ക് സഹായം ചെയ്തു കൊടുത്തു എന്ന പേരിൽ അവിടെ നിന്നൊക്കെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ ഭീകരവാദ ബന്ധമുള്ളവരുണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. അപ്പോൾ അതുതന്നെയാണ് ഇന്നലെ പല മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുമ്പോൾ അതിൻ്റെ താഴെ ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഈ ഭീകരർ വന്നതിന് ശേഷം അവൻ മുസ്ലിം ആണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ മാറ്റി നിർത്തിയതിന് ശേഷം ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് കൊന്നൊടുക്കി എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് രാജ്യത്ത് മുഴുവൻ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുക, മുസ്ലിങ്ങളെ വെറുതെ വിടുന്നു, ഹിന്ദുക്കളെ കൊല്ലുന്നു. അത് കേരളത്തിലെ വാർത്താമാധ്യമങ്ങളുടെ ലൈവ് കമൻറ്റ് ബോക്സിലടക്കം അവർ വൈരം പ്രകടമായിരുന്നു. ഇത് തന്നെയാണ് ഭീകരരുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒരു 26 പേരെ കൊല്ലുന്നു എന്നതിനപ്പുറം വർഗീയമായ ചേരിതിരിവുണ്ടാക്കി രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കുക, വർഗീയമായ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇനി ഇന്ത്യ ഗവൺമെൻറ് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് ഇത്തരത്തിൽ അസ്ഥിരതമാകുന്ന, ടൂറിസ്റ്റുകൾ നിലയ്ക്കുന്ന കാശ്മീരിലേക്ക് അവിടുത്തെ ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നതിനപ്പുറം ആ ജനങ്ങൾക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുക, അവരെ മറ്റുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, പ്രചോദനാത്മകമായി ഇവരെ കൊണ്ടുപോകാൻ വരുന്ന ഭീകരവാദികളെ, റിക്രൂട്ട്മെൻറ്റിന് വരുന്ന ഇത്തരത്തിലുള്ള ആളുകളെ, ദേശവിരുദ്ധ ശക്തികളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് മുന്നിൽ നിന്ന് ഇവരെ സംരക്ഷിച്ച് നിർത്തുക, ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നതാണ് ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്. എന്തായാലും ഇന്ന് ഭാവി കാര്യങ്ങൾ, പാകിസ്ഥാനുമേൽ ഇന്ത്യ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഉപരോധങ്ങളും അതോടൊപ്പം ഇനി എന്തൊക്കെ സ്വീകരിക്കണമെന്നൊരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ന്യൂഡൽഹിയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിലൊരു സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ഇതിലെല്ലാ കക്ഷികളും പങ്കുചേരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസും BJDയും അടക്കമുള്ള പല സംഘടനകളും, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുക്കുന്ന സർവകക്ഷി യോഗമാണ്. അപ്പോൾ അതിനുശേഷം രാജ്യം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇപ്പോഴും നീങ്ങുന്നത് എന്നൊരു സന്ദേശമാണ് മൊത്തത്തിൽ വരുന്നത്. ഇതിനിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അവരെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. പാകിസ്ഥാൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിയന്ത്രണം എന്നതിനപ്പുറം കനത്ത തിരിച്ചടി തന്നെ കിട്ടും. പ്രത്യേകിച്ച് ഇന്നലെ ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചു. ഇപ്പോൾ നിലവിൽ ഉധംപൂരിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വരുന്നു. സൈനികരെ വളഞ്ഞിട്ടുണ്ട്, ഭീകരരെ സൈന്യം വളഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യം വെറുതെ ഇരിക്കില്ല. കാരണം ഇന്ത്യക്കകത്ത് കയറിയാണ് അവർ ചൊറിഞ്ഞിരിക്കുന്നത്. അതെ, നമ്മൾ 2 തരത്തിലാണ്, നയപരമായും നയതന്ത്രപരമായും അതുപോലെ സൈനികമായും അവരെ നേരിടുക എന്നുള്ളത്. പാകിസ്ഥാൻ പേടിച്ചിട്ടുണ്ട്. കാരണം അവർ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ പാകിസ്ഥാനിലെ അറബിക്കടലിൻ്റെ തീരത്തായിട്ട് ഇപ്പോൾ പാക് സൈനികം വ്യോമ പ്രദർശനമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു മറുപടി അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ അതാരും നനച്ചിരിക്കാത്ത സമയത്ത് അത് കിട്ടുക തന്നെ ചെയ്യും. ഈ താലിബാൻ ഭരണകൂടം പോലും അതിനെ അപലപിച്ചു. അല്ല, പാകിസ്ഥാൻ്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ മറ്റുള്ള
പ്രത്യേകിച്ച് ചൈന എങ്കിലും തങ്ങളുടെ കൂടെ നിൽക്കുമെന്നൊരു നിലപാടായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ചൈന പോലും ഇന്ത്യക്കൊപ്പം ചേരുന്നു. ചൈന, ബ്രിട്ടൻ, US അടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് ഉപാധികളില്ലാത്ത പിന്തുണയാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമ്പോൾ അതിൽ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന ഭാഗം ചൈനയുടേതായിരുന്നു. കാരണം ഇത് ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു നദി. അപ്പോൾ ടിബറ്റ് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ ചൈനയ്ക്ക് പലതും ചെയ്യാൻ സാധിക്കും. അപ്പോൾ പാകിസ്ഥാനെതിരെ ഒരു നടപടി, ഇത്തരത്തിലൊരു നടപടി എടുക്കുമ്പോൾ ഇന്ത്യയെ ഭയപ്പെടുത്തേണ്ടതെന്ന ഒരു വസ്തുതയായിരുന്നു ആ ഒരു കാര്യം. പക്ഷേ ചൈന പോലും പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങളെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പോലും അവർ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അപ്പോൾ എന്തായാലും നയതന്ത്ര തലത്തിലും അല്ലെങ്കിൽ അവിടെ കയറിയുള്ള ആക്രമണമായാലും വരും ദിവസങ്ങളിൽ നമ്മളൊക്കെ കേൾക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതെ, ശരി.